ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ഒരു ടോപ്പിക്കാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറിയൽ പേഴ്സണൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു പിക്ചർ തരാം. ആരാണ് BOD, ആരാണ് KMP, അത് ഷെയർ ഹോൾഡർ, കമ്പനി, ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനീനെ മാനേജ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സെലക്ട് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സ്. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ KMP എന്ന് വിളിക്കും, കീ മാനേജറിയൽ പേഴ്സൺസ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മേലിൽ ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ കമ്പനീനെ നന്നാക്കേണ്ട ചുമതല ഫുള്ളും ഈ ബോർഡിനാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഡ്രൈവർ എന്ന് പറയുന്നത് ഈ ബോർഡാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും KMP ആണ്. അപ്പോൾ ഇവരുടെ ആ തീരുമാനം പോലെ ഇരിക്കും കമ്പനിയുടെ വളർച്ച. കർട്ടൻ്റെ ബാക്കിലാണ് ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും KMP ആണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്താലാണ് കമ്പനി സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ശരിക്കുള്ള ഓണർ ഷെയർ ഹോൾഡറാണ്, പക്ഷേ ഡ്രൈവർ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഓവറോൾ പിക്ചർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇവരെ പറ്റിയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ എന്താണ് ഡയറക്ടർ? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അടങ്ങിയ എല്ലാ മെമ്പേഴ്സിനെ നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യണതും ഡയറക്റ്റ് ചെയ്യണതും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സകല അസറ്റ്സിനെ നോക്കി നടത്തി നല്ല രീതിയിൽ കമ്പനീനെ കൊണ്ടുപോകാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഒരു കമ്പനിയിലോട്ട് മിനിമം എത്ര ഡയറക്ടർ വേണം, മാക്സിമം എത്ര ഡയറക്ടർ വേണം, അതിനെപ്പറ്റി നോക്കാം. ഇപ്പോൾ 1 person കമ്പനി വയ്ക്കുകയാണെങ്കിൽ മിനിമം 1 ഡയറക്ടറെങ്കിലും വേണം, പക്ഷെ മാക്സിമം 15 ഡയറക്ടേഴ്സാണ് പാടുള്ളൂ. ഇതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി മിനിമം 2 ഡയറക്ടേഴ്സെങ്കിലും വേണം, മാക്സിമം 15 ഡയറക്ടേഴ്സ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടർ, മാക്സിമം 15 ഡയറക്ടർ. ഇപ്പോൾ കമ്പനിക്ക് 15 അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് വെക്കണമെന്ന് ഇപ്പോൾ കമ്പനി ആഗ്രഹിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ. ഇനി അടുത്തത് വുമൺ ഡയറക്ടർ. ഇനി പറയാൻ പോണെങ്കിൽ 2 കാറ്റഗറീസ് ഓഫ് കമ്പനീസ് മിനിമം ഒരു വുമൺ ഡയറക്ടറെങ്കിലും നിയമിക്കണം. ഒരെണ്ണം എല്ലാ ലിസ്റ്റഡ് കമ്പനിയും, മറ്റേത് എല്ലാം പബ്ലിക് കമ്പനിയും. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ₹100 crore or more, അല്ലെങ്കിൽ ടേൺ ഓവർ ₹300 crore or more. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ആ പറഞ്ഞ പബ്ലിക് കമ്പനി വുമൺ ഡയറക്ടറിനെ നിയമിക്കണം. ഓക്കെ. അതുപോലെ വുമൺ ഡയറക്ടറിൽ എന്തെങ്കിലും വേക്കൻസി ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യണത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓക്കെ. ഇനി അടുത്ത റെസിഡൻറ്റ് ഡയറക്ടർ, അതായത് എല്ലാ കമ്പനിക്കും മിനിമം ഒരു റെസിഡൻറ്റ് ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഫിനാൻഷ്യൽ ഇയറിൽ 182 days ഓർ മോർ ഇന്ത്യയിൽ നിൽക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഈ പറഞ്ഞ 2 കാറ്റഗറീസ് ഓഫ് കമ്പനീസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ എന്തായാലും നിയമിക്കണം. ഫസ്റ്റത്തെ എല്ലാ ലിസ്റ്റഡ് പബ്ലിക് കമ്പനി മിനിമം ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. കാറ്റഗറി ഓഫ് കമ്പനിയാണ് ഏതെങ്കിലും ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത പബ്ലിക് കമ്പനീസ് ഉണ്ടാവുമല്ലോ, അവർ മിനിമം 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെങ്കിലും വെക്കണം. ഓക്കെ. ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആ സീറ്റിലോട്ട് വേക്കൻസി ഉണ്ടെന്ന് വെച്ചോ, ആ വേക്കൻസി ഫില്ല് ചെയ്യണത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ഫിനാൻസ് ആണെങ്കിലും ലോ ആണെങ്കിലും മാനേജ്മെൻറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ഫീൽഡിൽ നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണ കാര്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അകത്ത് അത് പെർമിറ്റ് ചെയ്യേണ്ടത് ഡയറക്ടേഴ്സിനെ നിയമിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടും, എന്നിട്ട് കമ്പനി തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യണത് ഡയറക്ടറിനെ. എന്നിട്ട് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആൾ ഈ പറഞ്ഞ DIN ഡിക്ലറേഷൻ അതെല്ലാം 30 ദിവസത്തിനുള്ളിൽ ROCക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ. DIN എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം.
ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെയാണ് വന്നത്, അത് നോക്കാം. ഇനി അടുത്തതാണ് റൊട്ടേഷണൽ ആൻഡ് നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. റൊട്ടേഷണൽ ഡയറക്ടേഴ്സിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു റൊട്ടേഷണൽ റൂൾസ് പ്രകാരം ഈ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിന് എന്നേക്കുമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കാൻ പറ്റില്ല. എല്ലാം ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ ഈ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിൽ നിന്നുള്ള ഓരോ ഡയറക്ടേഴ്സും റിട്ടയർ ചെയ്ത് പോകണം. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഈ ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 2/3 റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാം ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ 1/3 ഡയറക്ടേഴ്സ് വെച്ചിട്ട് റിട്ടയർ ചെയ്ത് പോകണം. ഇനി അടുത്തത് നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ്. അതായത് ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 1/3 നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആവണം. നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിന് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എല്ലാം ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ ഇവർ റിട്ടയർ ചെയ്ത് പോവില്ല. ഇവരുടെ ടേംസ് ഫിക്സഡ് ആയിരിക്കും. ചിലപ്പോൾ 5 വർഷത്തേക്കായിരിക്കും, ചിലപ്പോൾ 8 വർഷത്തേക്കായിരിക്കും, ചിലപ്പോൾ 10 വർഷത്തേക്കായിരിക്കും. അപ്പോൾ ആ ടേം എക്സ്പയറി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ആ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നോൺ റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് എന്നുള്ളത്. ഫസ്റ്റ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആദ്യത്തെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ്. പിന്നീടുള്ള ഡയറക്ടേഴ്സിൽ അതിൻ്റെ 1/3 ഡയറക്ടേഴ്സ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതും ഡിസ്കസ് ചെയ്തു, ഇത് ഡിസ്കസ് ചെയ്തു, ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്, ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോണത് വേക്കൻസി ഇൻ കേസ് ഓഫ് റിട്ടയറിംഗ് ഡയറക്ടർ. അത് നോക്കാം. ഞാൻ പറയാൻ പോണ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ റിട്ടയർ ആയി പോകുന്ന ഡയറക്ടേഴ്സിനെ വീണ്ടും നമുക്ക് റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 4 കണ്ടീഷൻസ് എന്ന്. റിട്ടയറിംഗ് ഡയറക്ടറിനെ വീണ്ടും റീഅപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെസൊല്യൂഷന് അപ്ലൈ ചെയ്തു. പക്ഷെ അത് പരാജയമായി കഴിഞ്ഞാൽ നമുക്ക് റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് കണ്ടീഷൻ, ഈ റിട്ടയർ ആയി പോണ ഡയറക്ടേഴ്സിന് ആ കമ്പനിയിൽ വീണ്ടും ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല കമ്പനിക്ക്. തേർഡ് കണ്ടീഷൻ, വീണ്ടും റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻസും കണ്ടില്ലെങ്കിൽ നമുക്ക് റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റിട്ടയറിംഗ് ഡയറക്ടറിന് വീണ്ടും റീഅപ്പോയിൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാകണം. അപ്പോൾ ഇത്രേ ഉള്ളൂ വേക്കൻസി ഓഫ് റിട്ടയറിംഗ് ഡയറക്ടർ. ഞാൻ അടുത്തത് റൈറ്റ് ഓഫ് പേഴ്സൺസ് അതർ ദാൻ റിട്ടയറിംഗ് ഡയറക്ടേഴ്സ് ടു സ്റ്റാൻഡ് ഫോർ ഡയറക്ടർഷിപ്പ്. അത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ആ സെക്ഷൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്ടർ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് നമ്മൾ അപ്ലൈ ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 1 ലക്ഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ആരായിട്ടാണോ ഡയറക്ടറായിട്ട് വയ്ക്കുന്നത് അയാളുടെ ഒരു പ്രൊപ്പോസൽ എഴുതി അത് നോട്ടീസായിട്ട് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലോട്ട് അയക്കണം. മീറ്റിങ്ങിന് മുമ്പ് 14 ദിവസത്തിനുള്ളിൽ തന്നെ. ഈ പറയാൻ പോണ ഏതെങ്കിലും 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത 1 ലക്ഷം രൂപയിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഫസ്റ്റ് കണ്ടീഷൻ, നമ്മൾ ഡയറക്ടറായിട്ട് പ്രൊപ്പോസ് ചെയ്ത ആൾ ശരിക്കും ഡയറക്ടറായിട്ട് സെലക്ട് ആയി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ വോട്ട് 25% അതിൽ കൂടുതലുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും, റീഫണ്ട് ചെയ്ത് കിട്ടും. പിന്നെ കമ്പനി ഈ മീറ്റിങ്ങിന് മുമ്പായിട്ട് 7 ദിവസത്തിനുള്ളിൽ മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം ഈ കാൻഡിഡേറ്റ്സിനെ പറ്റിയിട്ട്. വേണമെങ്കിൽ പേഴ്സണലായിട്ട് നോട്ടീസ് അയക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിൽ അതിടാം, നോട്ടീസ് ബോർഡിലിടാം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ലോക്കൽ ലാംഗ്വേജിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ പബ്ലിസിറ്റി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് അഡീഷണൽ ഡയറക്ടർ, ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആൻഡ് നോമിനി ഡയറക്ടർ നോക്കാം. ഇനി അഡീഷണൽ ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അഡീഷണൽ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ ഈ കമ്പനിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഈ ബോർഡിന് തന്നെ പുതിയൊരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത AGM വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തൊക്കെ പറയണം. എന്നിട്ട് അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത AGM വരെ ഇരിക്കാം. അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അഡീഷണൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണത് ജനറൽ മീറ്റിങ്ങിൽ. എന്നിട്ട് അടുത്ത ജനറൽ മീറ്റിംഗ് വരെ അഡീഷണൽ ഡയറക്ടറിന് ഓഫീസിലിരിക്കാം. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ. ഒറിജിനൽ ഡയറക്ടർ 3 മാസം അതിൽ കൂടുതൽ
ഇന്ത്യ വിട്ട് നിൽക്കുവാണെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റെപ്സ് ഇങ്ങനെയാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇതിലേതെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. എന്നിട്ട് ഒറിജിനൽ ഡയറക്ടർ എപ്പോഴാണോ ഇന്ത്യയിലോട്ട് വന്നെ അതുവരെയാണ് ഓൾട്ടർനേറ്റ് ഡയറക്ടറിന് ഓഫീസിലിരിക്കാൻ അവകാശമുള്ളൂ. അത് കഴിയുമ്പോൾ അത് വെക്കേറ്റ് ചെയ്ത് പോകണം. ഓക്കെ. ഞാൻ അടുത്ത അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനി ഡയറക്ടർ. ആരാണ് നോമിനി ഡയറക്ടർ? ഈ പറഞ്ഞ ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കമ്പനീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ കുറച്ച് പൈസ കൊടുക്കും കമ്പനിക്ക്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യും. ആ നോമിനേറ്റ് ചെയ്ത ആളെയാണ് നമ്മൾ നോമിനി ഡയറക്ടർ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കും നോമിനി ഡയറക്ടർ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. അതിനുശേഷം മാത്രമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഈ പറഞ്ഞ നോമിനി ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്ത കാഷ്വൽ വേക്കൻസി ഒക്കെ വരുമ്പോൾ ഡയറക്ടറിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യണത് അത് നോക്കാം. ഇതുപോലെ കാഷ്വൽ വേക്കൻസി ഒക്കെ വരുമ്പോൾ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണത്. എന്നിട്ട് അടുത്ത ജനറൽ മീറ്റിംഗ് വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് അതായത് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യണം. ഓക്കെ. ഞാൻ അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്റ്റഡ് ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ 151 അത് നമുക്ക് നോക്കാം. അതായത് SSD സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ, അതായത് സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മേൽനോട്ടം നടത്താൻ വേണ്ടിയിട്ട് ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഡയറക്ടറിനെയാണ് നമ്മൾ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ആരാ? ₹20,000 അതിൽ താഴെ വരുന്ന നോമിനൽ വാല്യൂ ഉള്ള ഷെയർസ് ആരുടെയൊക്കെ കയ്യിലാണോ ഇരിക്കുന്നത് അവരെയാണ് നമ്മൾ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത SSDയുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നല്ലെങ്കിൽ 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ടോട്ടൽ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 10%. ഇതിലേറ്റവും കുറവ് ഏതാണോ അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി ആരെയാണോ ഡയറക്ടറായിട്ട് പ്രൊപ്പോസ് ചെയ്യണത് അതിനെപ്പറ്റി കമ്പനിക്ക് മീറ്റിങ്ങിന് മുമ്പായിട്ട് 14 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കും. അതുപോലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ കമ്പനിക്ക് നോട്ടീസ് അയച്ചു എന്ന്. അപ്പോൾ ആരെയാണോ നമ്മൾ ഡയറക്ടറായിട്ട് പ്രൊപ്പോസ് ചെയ്യണേ അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ഇവരുടെ ഡയറക്ടറായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രീതിയിലൊരു സൈൻ ഇട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് അയാൾക്ക് കിട്ടിയ DIN പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടറായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമാണെന്നുള്ള രീതിയിലൊരു കൺസെൻറ്റ് ലെറ്റർ ആ നോട്ടീസിനൊപ്പം അറ്റാച്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവരുടെ ഓഫീസ് ടേം എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ്. SSDക്ക് ഒരു സമയത്ത് 2 കമ്പനീസിൽ മാത്രമാണ് SSD ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ SSDനെ നമുക്ക് വീണ്ടും റീഅപ്പോയിൻമെൻറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ SSD ഒരു നോൺ റൊട്ടേഷണൽ ഡയറക്ടറാണ്. അതായത് 3 വർഷമാണ് അവരുടെ ടേമെങ്കിൽ ആ 3 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്ത് പോകണം. ഓക്കെ. ഞാൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ സാധാരണ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണത് ഈ മെജോറിറ്റി വോട്ട് അനുസരിച്ചാണ്. ഓക്കെ. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടേഴ്സിനെ വേണമെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബേസിസിലും അപ്പോയിൻറ്റ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ കിട്ടും. ഓക്കെ. പിന്നെ ഡയറക്ടേഴ്സിനെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബേസിസിലും അപ്പോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ AOA അനുവദിച്ചാൽ മാത്രമാണ് നമുക്ക് ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 2/3 നമുക്ക് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴി അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മെജോറിറ്റി കൺട്രോളില്ല, മെജോറിറ്റി വോട്ടിംഗ് പവർ ഒന്നുമില്ല അവർക്ക്. അപ്പോൾ അതില്ലാതെ തന്നെ അവർക്ക് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും ഇതുവഴി. അതുപോലെ തന്നെ ഈ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു ഡോമിനൻ്റ് പൊസിഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ എന്താണെന്ന് നോക്കാം. അതായത് ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് മാനസിക നില തെറ്റിയ ആണെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പാപ്പരാണെങ്കിൽ, അതുപോലെ തന്നെ 6 മാസം തൊട്ട് 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ, പിന്നെ കോർട്ട് തന്നെ പറയാണ് ഇയാൾ ഡയറക്ടറായിട്ട് വയ്ക്കാനായിട്ട് ഇയാൾ എലിജിബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ, അതിന് അയാളുടെ കയ്യിലുള്ള ഷെയർസിൽ അയാൾ പൈസ അടച്ചില്ലെങ്കിൽ
റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വഴി അയാൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് DIN അതില്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിനേക്കാളും കൂടുതൽ അയാൾക്ക് ഡയറക്ടർഷിപ്പ് ഉണ്ടെങ്കിൽ ദിവസമായിട്ട് 3 ഫിനാൻഷ്യൽ ഇയറും അയാൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആനുവൽ റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കടങ്ങളൊക്കെ വീട്ടാൻ പറ്റിയില്ലെങ്കിൽ അയാളെ നമ്മൾ ഡയറക്ടറായിട്ട് വയ്ക്കത്തില്ല. ഓക്കെ. ഇനി അടുത്തതാണ് റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ, സെക്ഷൻ 168. ഇതൊരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചുതരാം. റിസൈൻ ചെയ്യാൻ പോകുന്ന ഡയറക്ടർ ആദ്യം റെസിഗ്നേഷൻ നോട്ടീസ് കമ്പനി അല്ലെങ്കിൽ ബോർഡിന് ജനറൽ മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് കമ്പനി അല്ലെങ്കിൽ ബോർഡ് അത് ROCക്ക് 30 ദിവസത്തിനുള്ളിൽ DIR 12 ആ ഒരു ഫോമിൽ സബ്മിറ്റ് ചെയ്യണം, ഫയൽ ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ഏത് ഡയറക്ടറാണോ റിസൈൻ ചെയ്യുന്നത് റെസിഗ്നേഷൻ നോട്ടീസും അതുപോലെ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യണത് സകല ഡീറ്റെയിൽസ് അടങ്ങിയൊരു സ്റ്റേറ്റ്മെൻറ്റ് DIR 11 ഫോമിൽ 30 ദിവസത്തിനുള്ളിൽ ROCക്കും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ റിസൈൻ ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സ് കമ്പനിക്കും സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ROCക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഇനി അടുത്ത റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ നോട്ടീസ് വാങ്ങിച്ചിട്ട് ഈ കമ്പനി കൺസേൺ ഡയറക്ടറിന് അതിൻ്റെ കോപ്പി ഫോർവേഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ആ കൺസേൺ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ആ ജനറൽ മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാകും. അപ്പം ഇങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് ഡയറക്ടർ. ഈ പറയാൻ പോണ സിറ്റുവേഷൻസിലാണ് ഡയറക്ടേഴ്സിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആവാൻ പോകുന്നത്. ആദ്യം തന്നെ ഡയറക്ടേഴ്സിന് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ കാണുവാണെങ്കിൽ അപ്പം തന്നെ ഡയറക്ടേഴ്സിനെ പുറത്താക്കും ഓഫീസിൽ നിന്ന്. പിന്നെ 12 മാസം അതിൽ കൂടുതൽ യാതൊരു മീറ്റിങ്ങിലും ഇയാൾ പങ്കെടുത്തില്ലെങ്കിൽ അപ്പം തന്നെ പുറത്താക്കും ഓഫീസിൽ നിന്ന്. അതുപോലെ ഏതെങ്കിലും പ്രൊഫഷൻസിനെ എതിരെയായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാലും പുറത്താക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്തു അതിനെപ്പറ്റി ഈ കമ്പനിയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കും. അതുപോലെ തന്നെ കോർട്ട് ഓർഡർ വഴി അയാളൊരു ഡിസ്ക്വാളിഫൈ ആണ് അല്ലെങ്കിൽ ഇൻഎലിജിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് പുറത്താക്കും. ഏതെങ്കിലും നിയമത്തിൻ്റെ കീഴെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പിടിച്ച് പുറത്താക്കും. പിന്നെ പ്രൊവിഷൻസ് വഴി അയാളെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓഫീസ് ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേക്കൻസി വരാം. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഫയൽ ചെയ്തില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കാം. അതിൽ ഏതെങ്കിലും കടങ്ങൾ റീപേ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാലും അയാളെ പിടിച്ച് പുറത്താക്കാം. ഓക്കെ. ഇനി അടുത്തത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് വൺ MD മാനേജിങ് ഡയറക്ടർ, സെക്കൻഡ് വൺ ഹോൾ ടൈം ഡയറക്ടർ, തേർഡ് വൺ മാനേജർ. അപ്പോൾ ഇവരെ 3 പേരെ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും. കമ്പനിയുടെ കാര്യത്തിൽ ഫുൾ പവറുള്ളത് MDക്കാണ്. കമ്പനിയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഡയറക്ടറിനെയാണ് നമ്മൾ ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കമ്പനീനെ നിയന്ത്രിക്കുന്ന വ്യക്തിനെയാണ് മാനേജർ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ആൾക്കാരുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർക്കൊരു ഇംപ്രസ്മെൻറ്റും ഉണ്ടാവരുത്, നിയമം ലംഘിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇവർ ചെയ്യരുത്, ഇവരുടെ പ്രായം 21 70 വയസ്സിൻ്റെ ഇടയ്ക്കായിരിക്കണം, ഒന്നോ അതിൽ കൂടുതലുള്ള കമ്പനീസിൽ മാനേജറിയൽ പേഴ്സണായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം, ഇന്ത്യയിൽ 12 മാസം അതിൽ കൂടുതൽ റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ. ഇതൊക്കെയാണ് എലിജിബിലിറ്റി കണ്ടീഷൻസ്. ഇനി ഇൻഎലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിക്ക് ഒരു സമയത്ത് ഒരാളെ MD ആയിട്ടോ മാനേജറായിട്ടോ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിക്ക് 5 വർഷം അതിൽ കൂടുതൽ ഒരാളെ പിടിച്ച് മാനേജറായിട്ടോ അല്ലെങ്കിൽ WTD അല്ലെങ്കിൽ MD ആയിട്ടോ വയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻസോൾവൻ്റ് ആവരുത്. പിന്നെ സസ്പെൻഡ് പേയ്മെൻറ്റ് ക്രെഡിറ്റേഴ്സ് അറ്റ് എനി ടൈം, പിന്നെ കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ആൻ ഓഫൻസ് അറ്റ് എനി ടൈം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഎലിജിബിലിറ്റി കണ്ടീഷൻസ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അടുത്തത് അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് അത് നോക്കാം. ആദ്യം ഇവരുടെ 3 പേരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതടങ്ങിയൊരു അപ്പോയിൻമെൻറ്റ് ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ അടുത്ത ജനറൽ മീറ്റിംഗ് വയ്ക്കുമ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കി വേണം അത് അപ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 60 ദിവസത്തിനുള്ളിൽ ROCക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ്. ഞാൻ അടുത്തത് കീ മാനേജറിയൽ പേഴ്സണൽ, അതായത് KMP. ഈ 3 പേരെയാണ് നമ്മൾ KMP എന്ന് പറയുന്നത്. ഒരാൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, മറ്റേ ആൾ കമ്പനി സെക്രട്ടറി, പിന്നെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതും അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ.
ഇനി ഈ പറഞ്ഞ കമ്പനി ഒരു ഹോൾ ടൈം KMP എന്തായാലും നിയമിക്കണം. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എല്ലാം ലിസ്റ്റഡ് കമ്പനീസും, പിന്നെ ₹10 crore അതിൽ കൂടുതൽ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ പബ്ലിക് കമ്പനീസും, പിന്നെ 5 crore അതിൽ കൂടുതലുള്ള പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനീസ് ഉണ്ടാവുമല്ലോ, അവർ ഹോൾ ടൈം CS നിയമിക്കണം. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഒരു കമ്പനി പല ബിസിനസ് അത് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളെ ഒരു സമയത്ത് തന്നെ MD ആയിട്ടോ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ഞാൻ ഹോൾ ടൈം KMP എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം റെസൊല്യൂഷൻ പാസ്സാക്കണം, എന്നിട്ട് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യണം ബോർഡ് മീറ്റിങ്ങിൽ. അതുപോലെ തന്നെ ഹോൾ ടൈം KMPക്ക് ഒരു സമയത്ത് ഒരു കമ്പനിയാണ് പാടുള്ളൂ. KMP പൊസിഷനിലോട്ട് എന്തെങ്കിലും കാഷ്വൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അത് 6 മാസത്തിനുള്ളിൽ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൽ ബോർഡ് വേണം അത് വേക്കൻസീനെ ഫില്ല് ചെയ്യാൻ. ഓക്കെ. ഞാൻ അടുത്ത പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സ് ആൻഡ് KMP അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി മാനേജറിയൽ റെമ്യൂണറേഷൻ MDക്ക്, ഹോൾ ടൈം ഡയറക്ടറിന്, മാനേജറിന്, പിന്നെ അതർ ഡയറക്ടേഴ്സിനാണ് പേ ചെയ്യണത്. ടോട്ടൽ മാനേജറിയൽ റെമ്യൂണറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ലോ, ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയിരിക്കണം ഇതിൻ്റെ ടോട്ടൽ റെമ്യൂണറേഷൻ. അതായത് 11% വരെയാണ് മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ നെറ്റ് പ്രോഫിറ്റിൻ്റെ. പിന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണത് സെക്ഷൻ 198 ഷെഡ്യൂൾ 5 പ്രകാരമായിരിക്കണം. ഞാൻ വേറൊരു കണ്ടീഷൻസ് നോക്കാം. ഇപ്പോൾ ആ കമ്പനിക്ക് ഒരു MD ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഹോൾ ടൈം ഡയറക്ടർ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാനേജർ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ മാക്സിമം 5% വരെയാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടുള്ളൂ ആ കമ്പനി. ഞാൻ അടുത്ത കണ്ടീഷൻ, ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒന്നോ അധികമുള്ള MD ഉണ്ട്, അല്ലെങ്കിൽ ഒന്നോ അധികമുള്ള ഹോൾ ടൈം ഡയറക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നോ അധികമുള്ള മാനേജേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% വരെയാണ് മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ അവരുടെ റെമ്യൂണറേഷൻ. ഞാൻ അടുത്ത കണ്ടീഷൻ, ഇപ്പോൾ ഒരു കമ്പനിക്ക് MD ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോൾ ടൈം ഡയറക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാനേജർ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 1% മാക്സിമം വരെയാണ് അതർ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ കമ്പനിക്ക് ഇപ്പോൾ MD ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോൾ ടൈം ഡയറക്ടർ ഇല്ല, അല്ലെങ്കിൽ മാനേജർ ഇല്ല. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 3% വരെയാണ് അതർ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് ₹100 കിട്ടി. അപ്പോൾ അതിൻ്റെ മാക്സിമം ടോട്ടൽ മാനേജറിയൽ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹11 ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ₹11 അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം മാനേജറിയൽ റെമ്യൂണറേഷൻ ആ കമ്പനി കൊടുക്കേണ്ടത്. ഓക്കെ. ഞാൻ മാനേജറിയൽ റെമ്യൂണറേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ലിമിറ്റിൽ താഴെ ഒരു എക്സാമ്പിളാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ₹100. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താ? ₹11 വരെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മാനേജറിയൽ റെമ്യൂണറേഷൻ. ആ കമ്പനിക്ക് ഒരു MD ഉണ്ട്. അപ്പോൾ ഒരു MD ഉണ്ടെങ്കിൽ മാക്സിമം ₹5 വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അതർ ഡയറക്ടേഴ്സിന് മാക്സിമം ₹1 വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ടോട്ടൽ റെമ്യൂണറേഷൻ എത്രയപ്പോൾ? 5 + 1 ₹6. ആ ₹6 ₹11 താഴെയാണ്. അപ്പോൾ ലിമിറ്റിനുള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ ടോട്ടൽ റെമ്യൂണറേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത എക്സാമ്പിൾ, നെറ്റ് പ്രോഫിറ്റ് ₹100, ലിമിറ്റ് ₹11 അല്ലേ? ആ കമ്പനിക്ക് 2 മാനേജർ ഉണ്ടെങ്കിൽ മാക്സിമം ₹10 വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അതർ ഡയറക്ടേഴ്സിന് മാക്സിമം ₹1 വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ റെമ്യൂണറേഷൻ ₹11. അതായത് ലിമിറ്റിന് ഈക്വലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ഒന്നല്ലെങ്കിൽ ₹11 അല്ലെങ്കിൽ അത് താഴെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ₹100. അപ്പോൾ ലിമിറ്റ് എന്താ? ₹11 വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ കമ്പനിക്ക് MD ഇല്ല, ഈ പറഞ്ഞ ഹോൾ ടൈം ഡയറക്ടർ ഇല്ല, അല്ലെങ്കിൽ മാനേജർ ഇല്ലെങ്കിൽ ഒരു പൈസയും കൊടുക്കണ്ട. പക്ഷേ അതർ ഡയറക്ടേഴ്സിന് മാക്സിമം ₹3 വരെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ടോട്ടൽ റെമ്യൂണറേഷൻ ₹3. അത് ₹11 താഴെയാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മാനേജറിയൽ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ പറയുന്ന കമ്പനിക്ക് വേണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% അതിൽ കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കണമെങ്കിൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാം. എന്നിട്ട് കമ്പനി അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ 11% അതിൽ കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ. ഞാൻ അടുത്ത റെമ്യൂണറേഷൻ റെൻഡഡ് ഇൻ എനി അതർ കപ്പാസിറ്റി. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡയറക്ടറിന് ഒരു കമ്പനിയിൽ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും റോളിലും വർക്ക് ചെയ്യാം. ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടറിന് മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ 11% ലിമിറ്റ് ആപ്ലിക്കബിൾ ആണ്. അതേസമയം വേറെ ഏതെങ്കിലും റോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം ആ സെയിം കമ്പനി തന്നെ ആ ഡയറക്ടറിന്, അല്ലെങ്കിൽ അഡ്വൈസർ അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സ്പെർട്ടായിട്ടൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോളിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ റെമ്യൂണറേഷൻ ഗിവൺ ഇൻ അതർ കപ്പാസിറ്റി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ 11% ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം, അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ട് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് കമ്പനി അത് അപ്രൂവ് ചെയ്യണം. ഓക്കെ. ഞാൻ അടുത്ത സിറ്റിംഗ് ഫീസ് ടു ഡയറക്ടേഴ്സ്. സിറ്റിംഗ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡയറക്ടേഴ്സൊക്കെ ഈ ബോർഡ് മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് ഫീസ് കിട്ടും. ആ ഫീസിനെയാണ് സിറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബോർഡ് മീറ്റിങ്ങിലുള്ള സിറ്റിംഗ് ഫീസ് 1 lakh അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം. ഈ പറഞ്ഞ റെമ്യൂണറേഷൻ നമുക്ക് 3 രീതിയിൽ കൊടുക്കാം. ഫസ്റ്റ് വൺ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. സെക്കൻഡ് വൺ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് കൊടുക്കാം. തേർഡ് വൺ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ അടുത്തതാണ് നോ പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ്സ് ആർ ഇനാഡിക്വേറ്റ്. ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് പറഞ്ഞത് ഇപ്പോൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് ഇപ്പോൾ നഷ്ടം വന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റാണ് കിട്ടുകയുള്ളൂ. ആ കേസിൽ ഈ മാനേജറിയൽ റെമ്യൂണറേഷൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യും. ആ ലിമിറ്റിനുള്ളിൽ മാനേജറിയൽ റെമ്യൂണറേഷൻ കമ്പനിയുടെ അടുത്ത് പേ ചെയ്യാൻ പറയും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ്റെ അകത്ത് ഈ പറഞ്ഞതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. സിറ്റിംഗ് ഫീസ്, പിന്നെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ്, പിന്നെ കമ്മീഷൻ. ഞാൻ റീഫണ്ട് ഓഫ് എക്സസ്. ഇപ്പോൾ ഡയറക്ടറിന് കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടിയെന്ന് വെച്ചോ, ഒരു ലിമിറ്റിനേക്കാളും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സസ് പോർഷൻ കമ്പനിക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യണം. ഓക്കെ. ഞാൻ അടുത്ത ഡിസ്ക്ലോഷർ ബൈ ലിസ്റ്റഡ് കമ്പനി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടു പോകാം, അത് മനസ്സിലാവും നമുക്ക്. ഞാൻ അടുത്തത് ഇൻഷുറൻസ് ഫോർ ഇൻഡെമ്നിഫിക്കേഷൻ. അതെന്താണെന്ന് നോക്കാം. കമ്പനി KMPയുടെ പേരിൽ ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുക്കും. എന്നിട്ട് അതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം കമ്പനി ആയിരിക്കും അടയ്ക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ KMP ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ലയബിലിറ്റിയോ അല്ലെങ്കിൽ ലോസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇൻഷുറൻസ് പോളിസി ഇവരുടെ പേരിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രീമിയം എന്ന് പറഞ്ഞത് കമ്പനിയുടെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ ഫൈനോ പെനാൽറ്റി അല്ല. ഇപ്പോൾ ഈ പറഞ്ഞ KMP ഡ്യൂട്ടി പെർഫോം ചെയ്തു, പക്ഷേ അത് അയാളുടെ നെഗ്ലിജൻസ് വഴി അയാൾക്ക് ഇതുപോലെ പേഴ്സണൽ ലോസ് ഉണ്ടായി. അപ്പോൾ ആ പേഴ്സണൽ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ബെനിഫിറ്റാണ് ഈ പ്രീമിയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രീമിയം റെമ്യൂണറേഷൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ഈ പറയണ KMP പെർഫോം ചെയ്തു, പക്ഷേ അയാൾക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ലോസോ പേഴ്സണൽ ലയബിലിറ്റി ഒന്നും വന്നില്ലെങ്കിൽ പ്രീമിയം റെമ്യൂണറേഷൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇൻഷുറൻസ് ഫോർ ഇൻഡെമ്നിഫിക്കേഷൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ മാനേജറിയൽ റെമ്യൂണറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ രീതിക്കായിരിക്കണം നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിക്കുക. ഞാൻ അടുത്തത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ടു മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ഷെയർസ്, പിന്നെ ടു ഓതറൈസ് ബൈബാക്ക് ഓഫ് ഷെയർസ്, ടു ഇഷ്യൂ സെക്യൂരിറ്റീസ്, ടു ബോറോ മണി, ടു ഇൻവെസ്റ്റ് ഫണ്ട്സ്, to grant loans, to approve financial statement, board report, to diversify business, to approve merger, amalgamation, to take over a company. ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുപോലെ കൊടുത്തേക്കുന്നതാണ്. കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും പവേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ. ഓക്കെ. ഞാൻ അടുത്തത് ഈ പറയണ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അതായത് ടു മേക്ക് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ, ടു അപ്പോയിൻറ്റ് റിമൂവ് KMP, ടു അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സ്, ടു സെൽ, ലീസ്, ഡിസ്പോസ് സം അണ്ടർടേക്കിംഗ് ഓഫ് ദ കമ്പനി, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ബോർഡ് മീറ്റിംഗ് വിളിക്കുക, എന്നിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള പവേഴ്സ് ഉള്ളൂ. ഓക്കെ. ഞാൻ അടുത്തത് ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ബോർഡ് ഫങ്ഷൻസ്. ഈ പറയുന്ന 3 കാര്യത്തിൽ
ചിലപ്പോഴൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫങ്ഷൻസിൽ തലയിടും. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോഴുള്ള ബോർഡിന് ഒരു ബാഡ് ഇൻറ്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു ഇൻകോമ്പിറ്റൻറ്റ് ബോർഡാണ്, അല്ലെങ്കിൽ ബോർഡിൻ്റെ എന്തെങ്കിലും ഡിസിഷൻസ് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ബോർഡിൻ്റെ അകത്ത് കാര്യം അന്വേഷിക്കും. ഓക്കെ, ഞാൻ അടുത്തത് DIN, ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ആരാണോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോണേ അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു യുണീക്ക് നമ്പറാണ് DIN. ഇപ്പോൾ ഈ പാൻ നമ്പർ, ആധാർ നമ്പർ എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ഞാൻ അടുത്തത് ഈ DIN കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, ഡയറക്ടറായിട്ട് നിയമിച്ച ആൾ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക, അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്ത് അതൊരു പ്രാക്ടീസ് ചെയ്യണ CA, CMA, CS ഏതെങ്കിലും ആളെ കൊണ്ട് ഡിജിറ്റലി വെരിഫൈ ചെയ്യുക. എന്നിട്ട് MCAയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക സെൻട്രൽ ഗവൺമെൻറ്റിന്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഫോർ DIN. ഞാൻ അടുത്ത അലോട്ട്മെൻറ്റ് ഓഫ് DIN. അപ്പോൾ DIൻ്റെ ആപ്ലിക്കേഷൻ ഫോമും കുറച്ച് ഫീസും കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടി. എന്നിട്ട് അത് സെൻട്രൽ ഗവൺമെൻറ് പ്രോസസ്സ് ചെയ്യും. അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറഞ്ഞ ആപ്ലിക്കൻറ്റിന് DIN നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കും. അത് ഒരു മാസത്തിനുള്ളിൽ പോസ്റ്റായിട്ടോ ഓൺലൈനായിട്ടോ അലോട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വഴി അത് റിജക്റ്റ് ചെയ്തു, എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഒന്നും കൂടി റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ഇൻറ്റിമേഷൻ നോട്ടീസ് കൊടുക്കും. അതിനുശേഷം ആ ആപ്ലിക്കൻ്റ് ഈ പറയണ ആപ്ലിക്കേഷൻ റെക്ടിഫൈ ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ അത് റീസബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ അലോട്ട്മെൻറ്റ് ഓഫ് DIN. അടുത്ത പ്രോഹിബിഷൻ ടു ഒബ്റ്റെയിൻ മോർ ദാൻ 1 DIN. ഒരാൾക്ക് ഒന്നോ അധികമുള്ള DIN ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരാൾ യൂസ് ചെയ്യുന്ന DIN വേറൊരാൾക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. ഞാൻ അടുത്ത കമ്പനി ടു ഇൻഫോം DIN ടു ROC എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ എക്സിസ്റ്റിംഗ് ഡയറക്ടറിന് DIN അലോട്ട് ചെയ്തു. എക്സിസ്റ്റിംഗ് ഡയറക്ടർ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യണേ അവർക്ക് ഒരു മാസത്തിനുള്ളിൽ അറിയിപ്പ് കൊടുക്കണം. അപ്പോൾ കമ്പനി അതറിഞ്ഞു. അതിനുശേഷം 15 ദിവസത്തിനുള്ളിൽ ROCനെ അറിയിക്കണം ഈ DIN കിട്ടിയ കാര്യം. ഓക്കെ, ഞാൻ അടുത്ത ഒബ്ലിഗേഷൻ ടു ഇൻഡിക്കേറ്റ് DIN. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ആരൊക്കെയാണോ റിട്ടേൺ ഇൻഫോർമേഷൻ പർട്ടിക്കുലേഴ്സൊക്കെ ഫർണിഷ് ചെയ്യണത് ആ പറയുന്ന ആൾക്കാരോ കമ്പനിയോ ഈ പറഞ്ഞ DIN ആ റിട്ടേണിലോ ഇൻഫോർമേഷൻസിലോ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മെൻഷൻ ചെയ്യണത്. ഞാൻ അടുത്ത ക്യാൻസലേഷൻ ഓർ സറണ്ടർ ഓർ ഡീആക്ടിവേഷൻ ഓഫ് DIN അത് നോക്കാം. ഈ പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ കയ്യിലുള്ള DIN ചിലപ്പോൾ ഗവൺമെൻറ് ഡീആക്ടിവേറ്റ് ആക്കും, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, ചിലപ്പോൾ ഏൽപ്പിക്കാൻ പറയും തിരിച്ച്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡ്യൂപ്ലിക്കേറ്റ് DIN. പിന്നെ നമ്മൾ തട്ടിപ്പ് വഴിയാണ് നമ്മൾ DIN കിട്ടിയത്, അല്ലെങ്കിൽ DIN ഹോൾഡറിൻ്റെ മരണം, അല്ലെങ്കിൽ DIN ഹോൾഡർ സമനില തെറ്റി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ കേസിലൊക്കെ ഗവൺമെൻറ് DINനെ ഡീആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ്. DIN ഹോൾഡർ ഒരു ആപ്ലിക്കേഷൻ ഫോം DIR-5 അത് ഫില്ല് ചെയ്തിട്ട്, അതായത് ഡിക്ലറേഷൻ്റെ ഒപ്പം തന്നെ അത് അറ്റാച്ച് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കും. ഞാൻ അടുത്തത് ഇൻറ്റിമേഷൻ ഓഫ് ചേഞ്ചസ് ഇൻ പർട്ടിക്കുലർ സ്പെസിഫൈഡ് ഇൻ DIN ആപ്ലിക്കേഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ DINന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കൻ്റ് ഈ പറഞ്ഞ DIR-C ഫോം ഫില്ല് ചെയ്യുക. ഏത് ഡീറ്റെയിൽസാണോ മാറ്റേണ്ടത് അതിൻ്റെ ഒരു പ്രൂഫ്, അതുപോലെ തന്നെ അത് ഈ പറഞ്ഞ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന CA, CMO, CSO ഇവരെ കൊണ്ട് ഡിജിറ്റലി ആയിട്ട് അത് സൈൻ ചെയ്യണം, വെരിഫൈ ചെയ്യണം. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കണം. സെൻട്രൽ ഗവൺമെൻറ് MCAയുടെ DIN സെല്ലിലോട്ട് അത് അയക്കും. അവസാനം അത് ROCക്ക് കൈമാറും. ഓക്കെ, ഞാൻ അടുത്ത കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറഞ്ഞത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ബേസിസിലായിരിക്കും ഈ KMP കമ്പനിയിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എക്സ്പയറി ആവണേക്കാളും മുമ്പ് KMPനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് റിട്ടയർ ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ ഓഫീസ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കോമ്പൻസേഷനായിട്ട് കമ്പനി KMPക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കും. അതിനെയാണ് ടെർമിനേഷൻ പേയ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ് എന്ന് പറയും അതിന്. അപ്പോൾ കോമ്പൻസേഷൻ എമൗണ്ട് ഈ പറയുന്ന എമൗണ്ടിൻ്റെ ഈക്വലായിട്ടോ താഴെയായിട്ടോ വരണം.
അതായത് കഴിഞ്ഞ 3 വർഷങ്ങളുടെ റെമ്യൂണറേഷൻ്റെ ആവറേജ് കാണാം. ഇപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനേക്കാളും താഴെ അല്ലെങ്കിൽ ഈക്വലായിട്ട് വരണം ഈ കോമ്പൻസേഷൻ എമൗണ്ട്. ഓക്കെ, ഇനി പറയാൻ പോണ സിറ്റുവേഷൻസിൽ കമ്പനി കോമ്പൻസേഷൻ പേ ചെയ്യില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ KMP അല്ലെങ്കിൽ ഡയറക്ടർ മനസ്സ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് റീകൺസ്ട്രക്ഷൻ, അമാൽഗമേഷൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് ഡയറക്ടർ പോവുകയാണെങ്കിലും അവിടെ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓഫീസ് ഓഫ് ഡയറക്ടർ ഈസ് വെക്കേറ്റഡ്, പിന്നെ ഡയറക്ടറിൻ്റെ അശ്രദ്ധ മൂലം കമ്പനി അടച്ചുപൂട്ടി, അപ്പോൾ അവിടെയും കോമ്പൻസേഷൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ KMP അല്ലെങ്കിൽ ഡയറക്ടർ എന്തെങ്കിലും തട്ടിപ്പ് നടത്തി അയാളെ പറഞ്ഞു വിട്ടു, അവിടെയും കോമ്പൻസേഷൻ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ അടുത്തത് ലോൺസ് ടു ഡയറക്ടേഴ്സ് അതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് കമ്പനീസ് അവരുടെ ഡയറക്ടറിന് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ലോൺ കൊടുക്കാൻ പാടില്ല. ഈ പറയാൻ പോകുന്ന സിറ്റുവേഷൻസിൽ കമ്പനിക്ക് ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ കമ്പനിയുടെ പോളിസിയുടെ ഭാഗമായിട്ടാണെങ്കിൽ കമ്പനിക്ക് ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കാം. അതുപോലെ തന്നെ മെമ്പേഴ്സ് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോൺ പാസ്സാക്കാം. പിന്നെ സാധാരണ ബിസിനസ്സിൽ കൊടുക്കേണ്ട ലോണാണെങ്കിൽ ലോൺ കൊടുക്കാം. പിന്നെ അവസാനം എനി ലോൺ ഓർ സെക്യൂരിറ്റി ഗിവൻ ടു സബ്സിഡറി പ്രൊവൈഡഡ് സച്ച് ലോൺ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഇറ്റ്സ് പ്രിൻസിപ്പൽ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ കമ്പനിക്ക് ഡയറക്ടേഴ്സിൻ്റെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ലോൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അടുത്ത പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ, ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അടുത്തത് ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ബൈ ഡയറക്ടർ, അതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എല്ലാ ഡയറക്ടേഴ്സും ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണോ താല്പര്യങ്ങൾ അതിനെക്കുറിച്ച്. അപ്പോൾ താല്പര്യം എന്തും ആയിക്കോട്ടെ, അത് ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഞാൻ വരാൻ പോണ ബോർഡ് മീറ്റിങ്ങിലോ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു പേപ്പറിലൊക്കെ എഴുതി അത് നോട്ടീസാക്കി മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത കോൺസിക്വൻസസ് ഓഫ് നോൺ ഡിസ്ക്ലോഷർ. അതായത് ഈ പറഞ്ഞ താല്പര്യങ്ങൾ ഡയറക്ടർ കമ്പനിയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഡയറക്ടറിന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ താല്പര്യം തോന്നി ഒരു എഗ്രിമെൻറ്റിലോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത കാര്യങ്ങൾ ആ ഡയറക്ടർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത് പറഞ്ഞില്ല. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അത് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഡയറക്ടർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ആ അഭിപ്രായത്തിൽ ആ ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ എൻ്റർ ചെയ്ത എഗ്രിമെൻറ്റ് അസാധുവായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ പെനാൽറ്റിയും ഈടാക്കും. 5 ലക്ഷം വരെയുള്ള പെനാൽറ്റി വരെ ആ ഡയറക്ടറിന് അടയ്ക്കേണ്ടി വരും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഈ പറഞ്ഞ ഡയറക്ടർ, പ്രൊമോട്ടേഴ്സ്, KMPയും അവരുടെ റിലേഷൻ തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പറഞ്ഞ റിലേറ്റഡ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ബോർഡ് റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ 2 കണ്ടീഷൻസിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല ഈ റിലേറ്റഡ് പാർട്ടിയായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ. ഫസ്റ്റ് വൺ, ആ ട്രാൻസാക്ഷൻ ഒരു സാധാരണ ഒരു ബിസിനസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ, ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒരു ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനി തമ്മിലാണ് ചെയ്യണമെങ്കിൽ അവിടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതൊക്കെ ചുമ്മാ ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, ഞാൻ അടുത്ത ഇൻട്രസ്റ്റഡ് ഡയറക്ടർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഡയറക്ടേഴ്സ് കമ്പനിക്ക് പകരമായിട്ട് വേറൊരു കമ്പനിയിൽ താല്പര്യം തോന്നി അവരായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിൽ എൻ്റർ ചെയ്തു. ചിലപ്പോൾ ഈ ഡയറക്ടേഴ്സിൻ്റെ തന്നെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റഡ് ഡയറക്ടേഴ്സിന് ഇതുപോലത്തെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് കമ്പനീനെ അറിയിക്കണം. ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ എന്തായാലും അത് പറയണം. അപ്പോൾ ഈ പറയുന്ന ഇൻട്രസ്റ്റഡ് ഡയറക്ടറിന് ബോർഡ് പ്രൊസീഡിങ്സിലൊക്കെ വോട്ട് ചെയ്യാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവർക്ക് ജസ്റ്റ് ബോർഡ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനാണ് സാധിക്കുള്ളൂ, അല്ലാതെ വോട്ടിംഗ് റൈറ്റ് ഒന്നും അവർക്കില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് തന്നെ 3 ടൈപ്പ് ഉണ്ട്: ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, കോൺട്രാക്ച്വൽ ഇൻട്രസ്റ്റ്, റിലേഷണൽ ഇൻട്രസ്റ്റ്.
ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി വരുന്ന താല്പര്യത്തെയാണ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്. കോൺട്രാക്ച്വൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്ത് അതുവഴി വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് കോൺട്രാക്ച്വൽ ഇൻട്രസ്റ്റ്. റിലേഷണൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വഴി ഉണ്ടാവുന്ന ഇൻട്രസ്റ്റിന്, അതിനെയാണ് റിലേഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.